എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 46 ആദ്യത്തെ 2 ചോദ്യങ്ങളാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് ദി ആംഗിൾസ് 32.5 ഡിഗ്രി ആൻഡ് 37.5 ഡിഗ്രി. അതായത് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? സർക്കം റേഡിയസ് എന്ന് വെച്ചാൽ പരിവൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ അല്ലെ, 3 സെന്റിമീറ്റർ. പിന്നെ അതിൽ 2 ആംഗിളുകൾ 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും. ഇതായിരിക്കണം നമ്മുടെ ത്രികോണത്തിലെ 2 കോണുകളുടെ അളവുകൾ. അപ്പൊ ഈ അളവിൽ ഒരു ത്രികോണം വരയ്ക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാം അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം ചെയ്തു അല്ലെ, 1-2 ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വരയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, അത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്നൊരു ചോദ്യമാണിത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഈ ത്രികോണത്തിന്റെ 2 കോണുകളുടെ അളവ് അല്ലെ, നമുക്കറിയാം ഒരു ത്രികോണം വരയ്ക്കാൻ നമുക്ക് 2 കോണുകളുടെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 2 കോണുകളുടെ അളവ് നമ്മൾ തന്നിട്ടുണ്ട്. ഈ ത്രികോണം വരയ്ക്കാൻ എന്ത് വേണം? നാം വേറെ ഒന്നും ആലോചിക്കേണ്ട. ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇതിന്റെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആദ്യം നോക്കിയാൽ 32.5 ഡിഗ്രി 32.5 ഡിഗ്രി അല്ലെ. അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരും? എത്ര വരും? ഇതിന്റെ ഇരട്ടി അല്ലെ. 32 എന്ന് പറഞ്ഞാൽ എത്ര വരും? 65 ഡിഗ്രി അല്ലെ. അപ്പൊ 65 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി അടുത്ത ആംഗിൾ എത്രയാണ്? 37.5 ഡിഗ്രി. അപ്പോൾ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരും? 37യുടെ ഇരട്ടി അല്ലെ, അതായത് 75 ഡിഗ്രി. ഇത്രയുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നാം എന്ത് ചെയ്യണം? ആദ്യം സർക്കം റേഡിയസ് അല്ലെ, 3 സെന്റിമീറ്റർ ആണ് റേഡിയസ് വേണ്ടത്. അപ്പോൾ 3 സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് കോമ്പസിൽ എടുത്തിട്ട് ഒരു സർക്കിൾ ആദ്യം വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ ഒരു കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഇതേ ഒരു സർക്കിൾ വരച്ചു അല്ലേ. ഇനി എന്ത് വേണം നമുക്ക്? ഇനി ആവശ്യം ഏതാണ്? ഈ അളവുകളാണ് നമുക്ക് ആവശ്യം അല്ലേ. സെൻട്രൽ ആംഗിൾ എത്രയൊക്കെയാണെന്നാണ് ആവശ്യം. നമ്മൾ പറഞ്ഞു ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, അതല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് നമ്മൾ സെൻട്രൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചു, ഏത് വേണമെങ്കിലും വരച്ചോ. ഇനി നാം എന്ത് വേണം? നമ്മുടെ സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രിയിൽ എന്ത് ചെയ്യണം? ഈ സർക്കിൾ നമ്മൾ കട്ട് ചെയ്യണം. കൃത്യമായിട്ട് നമ്മൾ മട്ട ഇവിടെ വെച്ചിട്ട് കൃത്യമായിട്ട് തെറ്റരുത്. 65 ഡിഗ്രി മെഷർ ചെയ്യുക, അവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് കൃത്യമായിട്ട് ലൈനിൽ കറക്റ്റായിട്ട് വെച്ചു. ഇനി ഇവിടുന്ന് 0, 1, 20 അങ്ങനെ പോകുന്നു അല്ലേ. ഇനി 60, 65 അവിടെ ഞാനിവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സെൻറ്ററും ഈ പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇത് കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 65 ഡിഗ്രി. അപ്പോൾ 65 ഡിഗ്രി അത് കഴിഞ്ഞു. ഇനി അടുത്ത എത്രയാണ്? 37 ഡിഗ്രിക്ക് 75 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്യുക. എന്നിട്ട് 75 ഡിഗ്രി എവിടെയാണ് കിട്ടുന്നത് അവിടെ വെച്ച് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഞാനിത് കറക്റ്റായിട്ട് വെച്ചു അല്ലേ. ഈ ലൈനിൽ ഇത് കറക്റ്റായിട്ട് വെച്ചു. ഇനി ഇത് 10, 20, 30 അങ്ങനെ പോകുന്നു. ഇനി ഇവിടെ നമുക്ക് എത്ര വേണ്ടത്? 75 ഡിഗ്രി അല്ലേ. അപ്പോൾ 60, 70, 75 ഡിഗ്രി. അപ്പോൾ ഞാനിവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നാം എന്ത് വേണം? ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലേ. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 75 ഡിഗ്രി. നാം എന്ത് വേണം? ഇതാണ് അല്ലേ. ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രി. അപ്പോൾ ഈ പോയിന്റ് ഇവ തമ്മിൽ കൂടി കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ത്രികോണത്തിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കിയേ ഇവിടെ അല്ലേ, ഇതാണ് സെൻട്രൽ ആംഗിൾ 75. അപ്പോൾ ഈ 2 പോയിന്റുകൾ ഇവ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ത്രികോണത്തിന്റെ രണ്ടാമത്തെ സൈഡ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ത്രികോണത്തിന്റെ ആദ്യത്തെ പോയിന്റ് ഇപ്പോൾ എ, ഈ പോയിന്റ് നമുക്ക് കിട്ടി ബി അല്ലേ. ഇനി ഈ പോയിന്റ് നമുക്ക് കിട്ടി സി. ഇനി നാം എന്ത് വേണം? ഈ സിയും എയും തമ്മിൽ യോജിപ്പിക്കണം വേണ്ടേ. അപ്പോൾ നമുക്ക് സിയും എയും തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ത്രികോണം ABC. അപ്പം ഇനി നോക്കിയാൽ ഈ ത്രികോണം ABCD ഓരോ ആംഗിളുകളും ഈ പറഞ്ഞ ആംഗിളുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ എങ്ങനെയാണിത്? ഒന്ന് നമുക്കറിയാം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ സെൻട്രൽ ആംഗിൾ എടുത്ത് 65 ഡിഗ്രി അല്ലേ. 65 ഡിഗ്രി ഇതാണ് നമ്മുടെ ആർക്ക്. ഇവിടെ സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രി. അപ്പം ഇതേ ആർക്ക് നോക്കിയാൽ ഇതേ ആർക്ക് ഇങ്ങോട്ട് പോകുന്നു അല്ലേ, ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 32.5 ഡിഗ്രി. ഇവിടെ 65 ആയതുകൊണ്ട് ഇവിടെ അപ്പോൾ ഈ ആംഗിളാണ് 32.5 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി നോക്കിയാൽ നാം അടുത്ത സെൻട്രൽ ആംഗിൾ എടുത്ത് 75 ഡിഗ്രി അല്ലേ. ഇത് 75 ഡിഗ്രി. അപ്പോൾ ഇതാണ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. ഇതാണ് ആർക്ക്. അപ്പോൾ ഈ ആർക്ക് വൃത്തത്തിന്റെ ഈ അറ്റത്ത് പോകണം കണ്ട, ഇങ്ങനെ വന്നു.
ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇത് 75 ആണെങ്കിൽ ഈ ആംഗിൾ അതിൻ്റെ പകുതി അല്ലേ, അതായത് 37.5 ഡിഗ്രി. ഇവിടെ നമുക്ക് നോക്കിയാൽ ത്രികോണം ഒരു സൈഡിലേക്ക് വന്നുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ മറ്റു വരച്ച ത്രികോണമൊക്കെ 3 ഇങ്ങോട്ട് വന്നിരുന്നു അല്ലേ, ഇതിപ്പോൾ ഒറ്റ സൈഡിലായി. അതായത് നമ്മുടെ സിയും എയും തമ്മിൽ യോജിപ്പിച്ചപ്പോൾ ഇങ്ങനെ വന്നു. ഇതാണ് നമ്മുടെ ത്രികോണം, മനസ്സിലായില്ലേ? അതായത് ഇവിടെ സെൻട്രൽ ആംഗിൾ ഒന്ന് 65 ഡിഗ്രി, അത് 65 ഡിഗ്രി, അടുത്തത് 75, ഇത് ഡിഗ്രി. ഇത്രയാണ് ഞാൻ അടുത്ത എൻ്റെ സെൻട്രൽ ആംഗിൾ. അതായത് ഇവിടെ സെൻട്രൽ ആംഗിൾ എത്ര വരും? 360, മൊത്തം 360 മൈനസ് 65 പ്ലസ് 75 അല്ലേ, 75. അതായത് 360 മൈനസ് 140 അല്ലേ, 140. അപ്പോൾ എത്ര വരും? 220. കണ്ടില്ലേ? അപ്പോൾ 220 ഡിഗ്രിയാണ് ഇവിടെ, 220 ഡിഗ്രിയാണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ. അതായത് ഈ ആർക്ക്, ഈ വലിയ ആർക്ക് കണ്ടില്ലേ? അപ്പോൾ ഈ വലിയ ആർക്ക് ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും? 110 ഡിഗ്രി വരും. അതായത് നോക്കിയാൽ ഈ മൊത്തം 180, 37, 32 എത്ര കിട്ടി? 70 ഡിഗ്രി അല്ലേ. അപ്പോൾ 180 നിന്ന് 70 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 110. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ടൈപ്പ് ചോദ്യം. ഇവിടെ വേറെ ഒന്നുമില്ല, നമ്മൾ തന്നിട്ടുള്ള ആംഗിളിൻ്റെ നേരെ സെൻട്രൽ ആംഗിൾ കാണാം. അതായത് ഇതിനെ ഡബിളാക്കുക, ഇരട്ടിയാക്കിയിട്ട് നമ്മൾ തന്നിട്ടുള്ള അളവിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചു, അതിനുശേഷം ഒരു വരങ്ങനെ വരച്ചു. അതിൽ നിന്ന് നമ്മൾ ആദ്യം 65 ഡിഗ്രി എടുത്തു, ആ പോയിന്റ് മാർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ എന്നിട്ട് ഈ 2 പോയിന്റുകൾ നമ്മൾ യോജിപ്പിച്ചു. അപ്പോൾ ത്രികോണത്തിൻ്റെ ഒരു സൈഡ് കിട്ടി. ഇനി ഇവിടെ നിന്ന് നമ്മൾ 75 ഡിഗ്രി അല്ലേ, 75 ഡിഗ്രി എടുത്തു, അടുത്ത പോയിന്റ് ഇട്ടു. അപ്പോൾ നമ്മുടെ ത്രികോണത്തിൻ്റെ അടുത്ത സൈഡ് കിട്ടി. ഇനി ഇതും തമ്മിൽ ഈ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചു, നമ്മുടെ മൂന്നാമത്തെ സൈഡ് കിട്ടി. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് രണ്ടും ഒരേ സൈഡിൽ വന്നതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ഇങ്ങനെ മനസ്സിലായോ? ഒരു പക്ഷേ നമുക്ക് ഇവിടെ എ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബി ഇവിടെ കിട്ടും, സി ഇവിടെ കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ആയിരിക്കും ത്രികോണം വരാം. ഇതിപ്പോൾ എയും ബിയും സിയും ഒക്കെ ഒരു ഭാഗത്ത് തന്നെ വന്നതുകൊണ്ട് ത്രികോണം കണ്ട ഇങ്ങനെയാണ് വന്നത്. കാരണം ഈ ആംഗിൾ രണ്ടും ചെറിയ ആംഗിളാണ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ത്രികോണം ഈ രൂപത്തിൽ കിട്ടി. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ലൈൻ, ഒരു വര അല്ലേ, അത് ഡയാമീറ്റർ ആയിട്ട് എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു അല്ലേ. അതായത് ഒരു അർദ്ധവൃത്തം, ഒരു സെമി സർക്കിൾ. അപ്പോൾ ഇതാണ് ഈ സെമി സർക്കിളിൻ്റെ വ്യാസം, ഡയാമീറ്റർ. ഇനി ഈ ഡയാമീറ്ററിൻ്റെ പകുതി അത് ഡയാമീറ്റർ ആയിട്ട് മറ്റൊരു സർക്കിൾ വരച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയമീറ്റർ, ആദ്യത്തെ ഈ സെമി സർക്കിളിൻ്റെ. പിന്നെ രണ്ടാമതൊരു സെമി സർക്കിളാണിത്, അതിൻ്റെ ഡയ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ പകുതി ഡയ അല്ലേ. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ 2 സെമി സർക്കിളുകളും എവിടെ കൂട്ടിമുട്ടുന്നുണ്ട്? ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ, ഇവിടെ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഈ പോയിന്റും പിന്നെയോ ഈ വലിയ സെമി സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇഷ്ടമുള്ള ഒരു പോയിന്റ്, ഇപ്പോൾ നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടു അല്ലേ, ഇവ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അവ തമ്മിൽ ഈ പോയിന്റും തമ്മിൽ, അല്ലെങ്കിൽ ഇവിടെ എടുത്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും? ഈ ചെറിയ സെമി സർക്കിളിനെ കട്ട് ചെയ്യും അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ പോയിന്റ് എടുത്തപ്പോൾ എങ്ങനെ വരച്ചപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെമി സർക്കിള് ഈ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിനെ സമഭാഗം ചെയ്യും, അതായത് ബൈസെക്ട് ചെയ്യാന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഈ വരയെ നമ്മൾ ഈ പഠിച്ച ലൈനിനെ ഈ സെമി സർക്കിൾ, ചെറിയ സെമി സർക്കിൾ ബൈസെക്ട് ചെയ്യും. കൃത്യം 2 ആയിട്ടായിരിക്കും ഈ വരയെ കട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ആദ്യം ഈ ലൈനിൽ ഒരു പേര് കൊടുക്കാം, AB എന്ന് പേര് കൊടുത്തു. അപ്പോഴാണ് നമുക്ക് പറയാനും ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവുള്ളൂ. ഇത് നോക്കിയേ, ഈ ലൈൻ ഈ സർക്കിളിനെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പോയിന്റും ഈ ലൈനിൻ്റെ ഏറ്റവും തമ്മിലൊന്ന് നമ്മൾ യോജിപ്പിക്കുന്നു. ഇവ തമ്മിലൊന്ന് യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടി, ABC എന്ന് പറയുന്ന ത്രികോണം. ഇനി നോക്കിയേ, ഈ ലൈൻ അല്ലേ, ഈ ലൈൻ ഇവിടെ കട്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് നമുക്ക് ABCD എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഈ നമ്മൾ ഈ സെൻറ്റർ പോയിന്റിന് നമുക്ക് O എന്ന് കൊടുത്തു. അതായത് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റും ഇതിൻ്റെ സെൻറ്ററും തമ്മിൽ അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ അവ തമ്മിൽ യോജിപ്പിച്ചു. ഇനി നോക്കിയപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഒരു വലിയ ട്രയാങ്കിൾ ACB എന്ന് പറയുന്ന ത്രികോണം, അടുത്ത ത്രികോണം ADO എന്ന് പറയുന്ന ഒരു ത്രികോണം. അപ്പോൾ 2 ത്രികോണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ത്രികോണത്തിന് നമുക്കറിയാം ഇതെന്താണ്? ഇതിൻ്റെ വ്യാസം, ഡയമീറ്റർ ആണ് അല്ലേ. അതായത് ഈ ദൂരവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് X സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? X തന്നെ ആയിരിക്കും അല്ലേ. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക്
പ്രൂവ് ചെയ്യേണ്ടത് ഈ സെമി സർക്കിൾ ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യും അല്ലെ, ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എ ഡിയും ഡി സിയും ഈക്വൽ ആണ്, ഇതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഡി ഈക്വൽ ടു ഡി സി. ഇത് പ്രൂവ് ചെയ്താൽ നമ്മുടെ വിഷയം കഴിയും. അപ്പോൾ നമുക്ക് നോക്കിയേ, നമുക്കിവിടെ ഒരു ത്രികോണം നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ത്രികോണം കിട്ടി, ഒരു ചെറിയ ത്രികോണം കിട്ടി അല്ലേ. ഇനി ഈ രണ്ട് ത്രികോണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയേ. ഈ വലിയ ത്രികോണം അല്ലേ, അതിൻ്റെ ഒരു ആംഗിളാണ് എ എന്ന് പറഞ്ഞ ആംഗിൾ. ഈ ചെറിയ ത്രികോണത്തിൻ്റെ ആംഗിൾ തന്നെയാണ് അത് ഏതെന്ന് പറയുന്നത് അല്ലേ. അതായത് രണ്ട് ത്രികോണങ്ങൾക്കും എ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ എ ഡി ഒ, ഈ ചെറിയ ത്രികോണം എ ഡി ഒ ആൻഡ് ട്രയാങ്കിൾ വലിയ ത്രികോണം എ സി ബി, ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ആംഗിൾ എ എന്ന് പറയുന്നത്, ആംഗിൾ എ ഇസ് ഈക്വൽ ടു എന്താണ്, ഇതിൻ്റെ ആംഗിൾ തന്നെയാണ് ഇത് അല്ലേ. വലുതിൻ്റെയും ചെറുതിൻ്റെ ആംഗിളൊക്കെ സെയിം തന്നെയാണ്, എ തന്നെയാണ്. അതുകൊണ്ട് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ എ, അതായത് കോമൺ ആംഗിൾ അല്ലേ, കോമൺ ആംഗിൾ, പൊതുവായ കോണാണത് രണ്ടിനും കൂടിയിട്ടുള്ള. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇത് സെമി സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സെമി സർക്കിള്, ഇത് അതിൻ്റെ ഡയമീറ്റർ. അതായത് ഇതെന്താണ്, ഒരു അർദ്ധവൃത്തം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴെന്തായിരിക്കും, മട്ടകോണായിരിക്കും അല്ലേ. അതായത് ഇത് സെമി സർക്കിളാണ്, സെമി സർക്കിളിൽ ഉള്ള കോണാണിത്. ഇതെത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഇതും സെമി സർക്കിളാണ് അല്ലേ, ഇതും സെമി സർക്കിള്. സെമി സർക്കിളിൻ്റെ കോൺ എത്രയായിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ രണ്ട് കോൺ എത്രയായിരിക്കും, 90 ഡിഗ്രി വെച്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ എ ഡി ഒ സീക്വൽ ടു ആംഗിൾ എ സി ബി. രണ്ട് ആംഗിളും തുല്യമായിരിക്കും. എത്ര ആയിരിക്കും അത്, 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് കാരണം, നാം കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു അല്ലേ. ആംഗിൾ സെമി സർക്കിൾ, അതായത് അർദ്ധവൃത്തത്തിലെ കോണാണ് അല്ലേ, അതുകൊണ്ട് 90 ഡിഗ്രി. അപ്പോൾ നോക്കിയേ, ഈ ത്രികോണത്തിൻ്റെ ഈ കോൺ അതിനോട് തന്നെ ഈക്വൽ അല്ലേ, രണ്ടിനും സെയിം കോണാണ്. ഈ ത്രികോണത്തിന് ഈ ആംഗിൾ, ഈ ത്രികോണത്തിന് ഈ ആംഗിൾ ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്കറിയാം, രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് കോണുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ കോണും ഓട്ടോമാറ്റിക്കായിട്ട് ഈക്വൽ തന്നെ ആയിരിക്കും അല്ലേ. മൂന്നാമത്തെ കോണും ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് കോൺ ഈക്വൽ ആണെന്ന് കിട്ടി, അതായത് മൂന്നാമത്തെ കോൺ ഈക്വൽ തന്നെ. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറും, സിമിലർ ട്രയാങ്കിൾസ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, therefore ആംഗിൾ എ ഡി ഒ, നാം ഈ പറഞ്ഞ ആംഗിൾ ആൻഡ് ട്രയാങ്കിൾ എ സി ബി, ഈ വലിയ ത്രികോണങ്ങൾ എന്തായിരിക്കും, ആർ സിമിലർ ട്രയാങ്കിൾസ്. നമുക്കറിയാം, സദൃശ്യ ത്രികോണ സിമിലർ ട്രയാങ്കിൾസിന്റെ വശങ്ങൾ എന്തായിരിക്കും, ഒരേ അനുപാതത്തിലായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വശങ്ങൾ എടുത്തു നോക്കിയാൽ, ഈ വലിയ ത്രികോണത്തിന്റെ വശം, ചെറിയ ത്രികോണത്തിന്റെ വശം. ഇപ്പോൾ ചെറിയ ത്രികോണത്തിന്റെ വശം നോക്കിയാൽ എ ഡി എന്ന് പറഞ്ഞ ചെറിയ ത്രികോണത്തിന്റെ വശമാണ് അല്ലേ. അപ്പോൾ എ ഡി ബൈ എ ഡിക്ക് അതിന് സമാനമായ വശം ഏതാണ്, എ സി, വലിയ ത്രികോണത്തിന്റെ വശം എ സി. അപ്പോൾ എ ഡി ബൈ എ സി സീക്വൽ ടു എന്ത് വരും, എ ഒ ബൈ എ ബി. അപ്പോൾ എ ഒ ബൈ എ ബി, അതായത് എ ഡി ബൈ എ സി, എ ഡി ബൈ എ സി എന്തായിരിക്കും നോക്കിയാൽ, എ ഡി ബൈ എ സി സീക്വൽ ടു എ ഒ. എ ഒ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ ഒ എന്ന് പറഞ്ഞത് എക്സ് അല്ലേ, എക്സ് ബൈ എ ബി എന്ന് പറയുന്നതോ, എ ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് അല്ലേ, അതായത് 2x. ഇവിടെ നോക്കിയാൽ എക്സ് മുകളിലുണ്ട്, ഒരു എക്സ് അടിയിലുണ്ട് അല്ലേ. അപ്പോൾ എക്സിനെ എക്സും ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഇവിടെ ബാക്കി 1. അപ്പോൾ എന്ത് കിട്ടി, എ ഡി ബൈ എ സി സീക്വൽ ടു 1/2 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ ക്രോസ് ചെയ്യാം അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും, എ സി ഇൻറ്റു 1 അല്ലേ, അതായത് എ സി സീക്വൽ ടു എ സി ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു 2 അല്ലേ, അതായത് 2AD. അപ്പോൾ എ സി എന്ന് പറയുന്നത് എ ഡിയുടെ ഇരട്ടിയാണ്. എ സി എ ഡിയുടെ ഇരട്ടിയാണ്. ഇതിന്റെ ഇരട്ടിയാണ് ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ ഡി എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്, എ ഡി ഈക്വൽ ടു
എ ഡിയും ഡി സിയും ഈക്വലാണ്. ഡി സി. അപ്പം ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ദി സർക്കിൾ ഡ്രോൺ ഓൺ ദി ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആസ് ഡയാമീറ്റേഴ്സ് പാസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി തേർഡ് സൈഡ്. അതായത് ഇവിടെ നമുക്കൊരു എന്ത് ത്രികോണമാണ്? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? അതായത് സമപാർശ്വ ത്രികോണം, ഒരു സമപാർശ്വ ത്രികോണം, അതിൻ്റെ ഈ തുല്യമായ രണ്ട് വശങ്ങൾ, ഈക്വൽ ആയിട്ടുള്ള രണ്ട് വശങ്ങൾ, ആ വശങ്ങൾ ഡയമീറ്റർ ആയിട്ട് രണ്ട് സർക്കിളുകൾ വരച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? ഒരു സമപാർശ്വ ത്രികോണം, ആ ത്രികോണത്തിന് ഈ രണ്ട് വശങ്ങളാണ് ഈക്വൽ. അപ്പോൾ ഈക്വലായ ഈ വശങ്ങൾ അതിൻ്റെ നീളം ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു. അടുത്തത് ഈ വശം ഡയമീറ്റർ ആയിക്കൊണ്ട് മറ്റൊരു സർക്കിൾ വരച്ചു. അപ്പം ഈ രണ്ട് സർക്കിളുകളും നമ്മുടെ ഈ ത്രികോണത്തിന്റെ മൂന്നാമത്തെ സൈഡാണ് ഇത് അല്ലേ? അപ്പം ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടി, അതായത് ഇതിന്റെ സെൻട്രലിൽ കൂടിയാണ് കടന്നു പോകുന്നതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ വരച്ച രണ്ട് സർക്കിളുകളും മേലെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഈ മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടി കടന്നു പോകുന്നു. ഇതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ത്രികോണത്തിന് പേര് കൊടുക്കാം എ ബി സി. ഇനി നമുക്ക് ഈ കൂട്ടിമുട്ടൻ, ഈ പോയിന്റിലാണ് ഇവർ കൂട്ടിമുട്ടുന്നത് അല്ലേ? ആ പോയിന്റ് നമുക്ക് ഒരു എ ബി സി ഡി എന്ന് കൊടുത്തു. നോക്കിയാൽ ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ ബി അല്ലേ? ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ സി. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എഴുതാം. എ ബി ആൻഡ് എ സി, അത് രണ്ടെന്താണ്? ഡയമീറ്റേഴ്സ് അല്ലേ? ഈ രണ്ട് സർക്കിളിൻ്റെയും ഡയമീറ്റേഴ്സ് ആണ് എ ബിയും എ സിയും. ഇത് സമപാർശ്വ ത്രികോണമാണ്, അതായത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ഈ രണ്ട് സൈഡുകളും ഈക്വലാണ്. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? ഡി എന്ന് പറയുന്നൊരു പോയിന്റ്. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങോട്ട് നോക്കിയാൽ ഈ സർക്കിളിൽ ഒരു പോയിന്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എയും ഡിയും തമ്മിലൊന്ന് കൂട്ടി മുട്ടിച്ചു നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു നോക്കിയാൽ ഈ ത്രികോണം എ ബി ഡി എന്ന് പറയുന്ന ത്രികോണം, രണ്ട് ത്രികോണങ്ങൾ കിട്ടി അല്ലേ? അതിൽ ഈ ത്രികോണത്തിന്റെ ആംഗിൾ എത്രയായിരിക്കും? ഈ ത്രികോണത്തിന്റെ ആംഗിൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് എന്താണ്? ഡയമീറ്റർ ആണ് അല്ലേ? ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഇത്. അപ്പോൾ നാം പഠിച്ചിട്ടുണ്ട് ഒരു സെമി സർക്കിളിലെ കോൺ എപ്പോഴും എന്തായിരിക്കും? മട്ടകോണായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇത് സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിലെ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇതും എന്താണ്? ഡയമീറ്റർ ആണ്. അതായത് രണ്ടും സെമി സർക്കിളാണ് അല്ലേ? അപ്പോൾ ഒരു സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? മട്ടകോൺ അല്ലേ? റൈറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇതും 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഡി ബിയും ആംഗിൾ എ ഡി ബി സീക്വൽ ടു 90 ഡിഗ്രി. അതേപോലെ ആംഗിൾ എ ഡി സിയും ആംഗിൾ എ ഡി സി അതും എത്രയാണ്? 90 ഡിഗ്രി. അതിനെന്താണ് റീസൺ? നാം നേരത്തെ പറഞ്ഞ റീസൺ അല്ലേ തന്നെ അല്ലേ? അതായത് ആംഗിൾ ഇൻ ദി സെമി സർക്കിൾ. അർദ്ധവൃത്തത്തിലെ കോണുകൾ അല്ലേ? അപ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കോണുകളും 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇതിങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ? ഈ രണ്ട് കോണുകളും 90 ഡിഗ്രി ആണെങ്കിൽ ഈ എ ഡി എന്തായിരിക്കും? ഇപ്പം നമ്മൾ നോക്കിയേ, ഒരു സമപാർശ്വ ത്രികോണം, ഈ രണ്ട് വശങ്ങളും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ നാം ഈ കോണിൽ നിന്ന് ഈ മൂലയിൽ നിന്ന് ഈ മൂന്നാമത്തെ വശം, സമമല്ലാത്ത ഈ മൂന്നാമത്തെ വശത്തിലേക്ക് ഒരു ലംബം, ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അതെപ്പോഴെന്തായിരിക്കും? അത് ഈ മൂന്നാമത്തെ സൈഡിനെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ അത് ഈ മൂന്നാമത്തെ സൈഡിനെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അതാണ് ഒരു സമപാർശ്വ ത്രികോണത്തിൽ. അപ്പോൾ ഇവിടെ നാം പറഞ്ഞു ഈ രണ്ട് ആംഗിളും 90 ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താ? ഇത് അർദ്ധവൃത്തത്തിലെ കോണുകളാണിത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും 90 ഡിഗ്രി ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒരു ലംബമാണ് അല്ലേ? ഇതിലേക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് അതായത് ബി സിയിലേക്കുള്ള ഒരു ലംബമാണ് എ ഡി. അപ്പോൾ ഇതൊരു സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട്, അതായത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ലംബം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ദാറ്റ് മീൻസ്
അതിൻ്റെ അർത്ഥം എന്താണ്? എ ഡി ബി സിക്ക് ലംബമാണ്. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. ഈ പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് 90 ഡിഗ്രി കിട്ടുക അല്ലേ? അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് മനസ്സിലായി. എ ഡി ബി സിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇങ്ങനെ വരുന്ന പെർപെൻഡിക്കുലർ എപ്പോൾ എന്തായിരിക്കും? ഈ മൂന്നാമത്തെ വശത്തിന് ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിൻസ് എ ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ അപ്പോൾ ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്കെന്ത് പറയാം? എ ഡി ഏതിനെ ബൈസെക്ട് ചെയ്യുന്നു? ബൈസെക്സ് എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ എ ഡി ബി സിയെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഡി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി. ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി സി അല്ലേ? എ ഡി ഇതിനെ ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഡി എന്താണ്? ബി സിയുടെ മധ്യബിന്ദു ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്കതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.